നമ്മുടെ ഈ ഹൈന്ദവ ഭാരതം എന്ന് സുദർശൻജിയും അദ്വാനിജിയും ഒക്കെ പറയുന്നില്ലേ? എത്ര ഹൈന്ദവമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് ചക്രവർത്തികളുടെ മഹാസാമ്രാജ്യങ്ങൾ ഉണ്ടാക്കും. അത് ബ്രിട്ടീഷ് സാമ്രാജ്യം വരെ അത് തുറന്നു നിൽക്കും. ഒരു 6-7 വലിയ സാമ്രാജ്യങ്ങൾ. നമ്മുടെ ഒന്നാമത്തെ മഹാനായ ചക്രവർത്തി ജൈനനായതിലും രണ്ടാമത്തെ മഹാനായ ചക്രവർത്തി ബൗദ്ധനായതിലും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഭാരതം അതിൻ്റെ ജീവിത സാക്ഷാത്കാരം നേടി എന്ന് അഭിമാനിക്കുന്നു. അത് നമുക്ക് അപമാനമല്ല. അത് സുദർശൻജിയും അദ്വാനിജിയും ദയവായി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ ചക്രവർത്തിയെ ഹൈന്ദവ ചക്രവർത്തിയാകുന്നുള്ളൂ. അത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണ്. പക്ഷേ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ അശോകന്റെ അടുത്ത് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് മഹിമയിൽ. പിന്നത്തെ ഏറ്റവും വലിയ ചക്രവർത്തി ഹർഷനാണ്. അദ്ദേഹം വീണ്ടും ബൗദ്ധനാണ്, ഹിന്ദു ചക്രവർത്തിയല്ല. പിന്നെ നമ്മൾ ചരിത്രത്തിൽ ഒരു വലിയ ചക്രവർത്തിയെ കാണുന്നത് കൃഷ്ണദേവരായൻ മാത്രമാണ്. ഞാൻ ഈ ചോട്ട രാജാക്കന്മാരെ പറ്റി പറയുകയല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ചക്രവർത്തി അക്ബറാണ്. അദ്ദേഹം മുസ്ലിമാണ്.